നമസ്കാരം. കേരളത്തിൽ ഒരു ജില്ല കൂടി രൂപീകരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നുണ്ടോ? അങ്ങനെ ചില വാർത്തകൾ വരുന്നുണ്ട്. കാരണം ഒരു ജില്ല കൂടി രൂപീകരിക്കേണ്ട ആവശ്യകത ഉണ്ടാകുന്നുണ്ട് എന്നുള്ള തരത്തിൽ. കേരളത്തിൽ നമുക്കറിയാമല്ലോ, അവസാനമായി രൂപീകരിക്കപ്പെട്ട ജില്ല എന്ന് പറയപ്പെടുന്നത് കാസർഗോഡാണ്. ആ ജില്ല 1984 മെയ് 24 കാസർഗോഡ് ജില്ലയുടെ രൂപീകരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അതുവരെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്നു ഈ മഞ്ചേശ്വരം, കാസർഗോഡ്, ഹോസ്ദുർഗ്, കൂടാതെ വെള്ളരിക്കുണ്ട് എന്ന് പറയപ്പെടുന്ന 4 താലൂക്കുകൾ. ഈ 4 താലൂക്കുകൾക്ക് ചേർത്തുകൊണ്ടാണ് കാസർഗോഡ് ജില്ല തന്നെ രൂപീകരിക്കപ്പെട്ടത്. കാസർഗോഡ് ജില്ലാ രൂപീകരണത്തിന് ശേഷം സംസ്ഥാനത്ത് പുതുതായി മറ്റൊരു ജില്ലയെന്ന ആവശ്യം ഇടക്കാലത്ത് അത്ര ശക്തമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതാ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ ജില്ലകൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശവാദങ്ങൾ ശക്തമാവുകയാണ്. അതത് പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളും ഈ ആവശ്യത്തിൻ്റെ മുൻനിരയിലുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമാകുന്ന കാര്യം. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര, തിരുവനന്തപുരം വിഭജിച്ച് കേരളത്തിലെ 15ാമത്തെ ജില്ലയായി നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ പലപ്പോഴും ഉയർന്നു വന്നിട്ടുള്ളതാണ്. വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായതോടെ തങ്ങളുടെ ആവശ്യം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. കാരണം സ്ഥലം MLAയും CPM നേതാവുമായിട്ടുള്ള ആൻസലൻ ഉൾപ്പെടെയുള്ളവരാണ് നെയ്യാറ്റിൻകര ജില്ല എന്ന് പറയപ്പെടുന്ന പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിലുള്ളത്. ജില്ലാ രൂപീകരണ ആവശ്യവുമായി 1,00,000 പേർ ഒപ്പിട്ട ഹർജി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർ സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഹർജി സമർപ്പിച്ചപ്പോൾ ജില്ലാ രൂപീകരണത്തിന് അനുകൂലമായിട്ടുള്ള സമീപനമെന്ന രീതിയിലാണ് സർക്കാർ പ്രതികരിച്ചത് എന്ന് നെയ്യാറ്റിൻകര ജില്ലാ രൂപീകരണ സമിതി ചെയർമാൻ അടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ ജില്ല രൂപീകരിക്കപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കുകളുടെ ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് വേണം പുതിയ ജില്ല എന്നുള്ളതാണ് അവരുടെ ആവശ്യം. സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ജനങ്ങൾ അധിവസിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കുകളിലായിട്ടാണ്. ഇതിന് മാറ്റം വേണമെങ്കിൽ പുതിയ ജില്ലാ രൂപീകരണം ആവശ്യമാണ്. അതായത് ഈ അവികസിത മേഖലയുടെ വികസനത്തിന് ജില്ലാ രൂപീകരണം ഉപകരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. തമിഴ്നാടും തെലുങ്കാനയും കർണാടകവും അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പുതിയ ജില്ലാ രൂപീകരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഒപ്പം തന്നെ വികസനത്തിനും സഹായകരമായിട്ടുണ്ട് എന്നും നെയ്യാറ്റിൻകര ജില്ലാ പ്രക്ഷോഭവാദികൾ അടക്കം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഏറെ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം വേറൊരു ജില്ല എന്താ തിരൂരാണ്. 1969 ജൂൺ 5 മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുന്നത്. പാലക്കാട് ജില്ലയുടെ ഭാഗമായിരുന്ന പൊന്നാനി, പെരിന്തൽമണ്ണ താലൂക്കുകളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിരുന്ന ഏറനാട്, തിരൂർ താലൂക്കുകളും ഒക്കെ ചേർത്തായിരുന്നു പുതിയ ജില്ല രൂപീകരിച്ചതെന്ന്. രൂപീകരണ സമയത്ത് 14 ലക്ഷമായിരുന്നു മലപ്പുറത്തെ ജനസംഖ്യ എങ്കിൽ ഇന്നത് 45 ലക്ഷത്തിലേറെയാണ് എന്നുള്ളതാണ്. അതായത് സംസ്ഥാനത്തെ ഏറ്റവും ജനസംഖ്യയേറിയ ജില്ല ഏതെന്ന് വെച്ചാൽ മലപ്പുറമാണ്. ഈ സാഹചര്യത്തിലാണ് മലപ്പുറത്തിനെ വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്നുള്ള ആവശ്യത്തിൻ്റെ പ്രസക്തി ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ 8ഓളം സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല എന്ന് പറയപ്പെടുന്ന മലപ്പുറമാണ്. തിരൂർ കേന്ദ്രീകരിച്ചായിരിക്കണം പുതിയ ജില്ല എന്നുള്ള അവകാശവാദം കൂടി വരുന്നുണ്ട്. മുസ്ലിം ലീഗ്, സമസ്ത, SDPI, വെൽഫെയർ പാർട്ടി തുടങ്ങിയ രാഷ്ട്രീയ കക്ഷികൾ ഈ വാദത്തെ പിന്തുണയ്ക്കുന്നവരുമാണ്. എന്നാൽ പ്രക്ഷോഭത്തിന് ഇതുവരെ കൂട്ടായിട്ടുള്ളൊരു പരിശ്രമം ഉണ്ടായിട്ടില്ല. ഇനി അടുത്തത് വരാൻ പോകുന്ന മറ്റൊന്ന് മൂവാറ്റുപുഴ ജില്ലയെക്കുറിച്ചാണ്. അതായത് ഈ ഹൈറേഞ്ച് മേഖലയിലാണ് അടുത്ത ജില്ലാ രൂപീകരണം ആവശ്യമായിട്ട് വരുന്നത്. അത് ഹൈറേഞ്ച് മേഖലയിലെ 4 താലൂക്കുകൾ ഇടുക്കിയിൽ തന്നെ നിലനിർത്തിയും തൊടുപുഴ താലൂക്കിനെ വേർപെടുത്തിയും പുതിയ ജില്ല രൂപീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം, പാല എന്നിവയാണ് പുതിയ ജില്ലയുടെ ഭാഗമാകേണ്ട പ്രദേശങ്ങളെന്നാണ് ഇവരുടെ അവകാശവാദം. മൂവാറ്റുപുഴ ജില്ല ആസ്ഥാനമായിട്ട് മാറുകയും വേണം. UDF അധികാരത്തിലെത്തുകയാണെങ്കിൽ മൂവാറ്റുപുഴ ജില്ല യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് പലരും പറയുന്നത്. കാരണം ഈ കോൺഗ്രസ്സുകാരടക്കം അങ്ങനെ പറയുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ളൊരു അവകാശവാദവും അതായിരുന്നു. കൊച്ചിക്ക് പുറത്തെ കിഴക്കൻ മേഖലയായിട്ടുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ കേന്ദ്രമാക്കിക്കൊണ്ട് പുതിയ കാർഷിക ജില്ല രൂപീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ജില്ല രൂപവൽക്കരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നുവെന്നും അന്ന് പക്ഷേ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മൂവാറ്റുപുഴയും തിരൂരും നെയ്യാറ്റിൻകരയും അടങ്ങുന്ന ജില്ലകൾ രൂപീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ മലപ്പുറം ജില്ല അത് വിഭജിച്ച് രൂപീകരിക്കേണ്ടത് തന്നെയാണ്. കാരണം 14 ലക്ഷം എന്ന് പറയപ്പെടുന്ന ജനസംഖ്യയിൽ നിന്ന് 45 ലക്ഷത്തിലേക്ക് ആ ജില്ല എത്തിയിട്ടുണ്ട് എങ്കിൽ അവിടുത്തെ ഭീകരത വലുതാണ്. അതുകൊണ്ട് 45 ലക്ഷത്തിലേക്ക് എത്തി നിൽക്കുന്ന മലപ്പുറത്തിനെ വിഭജിച്ച് തിരൂർ എന്ന് പറയപ്പെടുന്ന ഒരു ജില്ല കൂടി ഉണ്ടാക്കേണ്ടത് ആവശ്യകതയാണ്. വികസനങ്ങൾ കയറി വരണമെങ്കിൽ ജില്ലാടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുക. ആ ജില്ലാടിസ്ഥാനത്തിലെത്തുന്നുവെങ്കിൽ ജനങ്ങളുടെ ഇത്രയും വലിയ വല്ലാത്ത ഒരു ഏകീകരണം, അതായത് ജനസാന്ദ്രത കൂടുതലുള്ളതുപോലെ, അങ്ങനെ അത്രത്തോളം ജനസംഖ്യ കൂടുതലുള്ള മലപ്പുറം ജില്ലയിൽ 45 ലക്ഷത്തിനെയൊന്നും താങ്ങുവാനുള്ള കരുത്ത് ചിലപ്പോൾ ഉണ്ടാകില്ല. അതുകൊണ്ട് അവിടെ ഒരു ജില്ലാ രൂപീകരണം ഉണ്ടാകണം. അവിടെ തിരൂർ ജില്ല ഉണ്ടാകട്ടെ.
മറ്റൊന്ന് മൂവാറ്റുപുഴയുമായി ബന്ധപ്പെട്ടാണ്. അത് ഹൈറേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംവിധാനമാണ് ഉണ്ടാക്കേണ്ടത്. അവിടെയും ആവശ്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ നെയ്യാറ്റിൻകര ജില്ലയിലേക്ക് വരികയാണെങ്കിൽ നെയ്യാറ്റിൻകരയിലും അത് അത്യാവശ്യമാകുന്നു. കാരണം ഇപ്പോൾ മദർ പോർട്ട്, വിഴിഞ്ഞം മദർ പോർട്ട് കൂടി എത്തിയ സാഹചര്യത്തിൽ വലിയ ബാധ്യതകൾ ഉൾക്കൊള്ളേണ്ട ഒരു സ്ഥലമായി നെയ്യാറ്റിൻകരയും ബാലരാമപുരവും കാട്ടാക്കടയും അടങ്ങുന്ന പ്രദേശങ്ങൾ, ഇതൊക്കെ റൂറൽ പ്രദേശങ്ങളാണെങ്കിൽ കൂടിയും അവിടെയും മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ജില്ലാ അടിസ്ഥാനത്തിലേക്ക് അവിടെ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നെയ്യാറ്റിൻകര പ്രാവർത്തിക കേന്ദ്രമാക്കിക്കൊണ്ട് നെയ്യാറ്റിൻകരയിൽ ഒരു ജില്ല രൂപീകരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതും അങ്ങനെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 ജില്ലകൾ രൂപീകരിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതിലൊന്ന് മൂവാറ്റുപുഴയാണ്, മറ്റൊന്ന് തിരൂരാണ്, മറ്റൊന്ന് നെയ്യാറ്റിൻകരയാണ്.